ആ സോങ് നമ്മൾ ചെയ്തതിൽ അതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നതിടെ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വേറൊരു വർക്ക് ചെയ്തു കഴിഞ്ഞു. ആ വർക്ക് ചെയ്യുന്ന സമയത്ത്, രണ്ടാമത്തെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ അടുത്ത് എനിക്ക് കുറേ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കാലിലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറവുകൾ ഞാനൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല, ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. ചിലപ്പോൾ അത് കണ്ടിട്ട് കണ്ടഭാവം നടിക്കാതെ വിട്ടിട്ടുണ്ടാവുമായിരിക്കാം. ഞാൻ എൻ്റെ കുറവുകൾ തിരിച്ചറിയുന്നത് എൻ്റെ രണ്ടാമത്തെ വർക്കിലേക്ക്, ഏത് വർക്കാണെന്നും പറയുന്നില്ല, രണ്ടാമത്തെ വർക്കിലേക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് ക്യാമറമാൻ ആണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇനി എന്താ ചരിഞ്ഞ് നടക്കുന്നത്, കാലിൽ ചരിഞ്ഞ് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അവർ വേണ്ട കളിയാക്കും. ഞാൻ പറഞ്ഞു എന്നെ ആക്സിഡൻറ്റ് പറ്റിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് പോലും അവരത് വില വെക്കാതെ എന്നെ കളിയാക്കിയ സമയം ഉണ്ടായിരുന്നു. ലൊക്കേഷൻ വെച്ചിട്ട് നായികന്റെ മൂല വെച്ചിട്ടാണ് കളിയാക്കിയത്. ആ ഒരു എല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ കളിയാക്കിയത് നന്നായി അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പോലും എനിക്ക് കളിയാക്കിയത് എനിക്ക് ഇന്നും എൻ്റെ മനസ്സിലൊരു മുറിവായിട്ട് മനസ്സിൽ കൊണ്ടു, അതിൻ്റെ മുറിവായിട്ട് എൻ്റെ മനസ്സിൽ നിന്നുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ഷനായിട്ടുള്ള ഒരാളെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് അഭിനയിക്കാൻ കഴിയും. എന്നെ തനിയെ പേഴ്സണലി പറഞ്ഞാണ്, നിനക്ക് അഭിനയിക്കാൻ കഴിയും, നിന്നെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല, നിന്നെ കൊണ്ട് മാത്രമല്ല ആരിനെ കൊണ്ടും കഴിയാത്ത ഒന്നുമില്ല, എല്ലാവരെ കൊണ്ട് എല്ലാവരും കഴിയും. അത് മനസ്സ് ഒരാൾ വെക്കണം എന്നുള്ള ഇതിലേക്ക് ആത്മധൈര്യം തന്ന് സ്വന്തം മിററിൽ നോക്കിയിട്ട് അഭിനയിക്കാൻ പറഞ്ഞിട്ടാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് രാത്രി കാലങ്ങളിൽ. അങ്ങനെയാണ് ഞാനൊരു കല്യാണപ്പന്തലൊരുങ്ങും പറഞ്ഞിട്ടൊരു സോങ്, അത് പാടിയത് അജ്മലാണ്, പാടിയത് എഴുതിയത് ഞാനാണ്. ആ പാട്ടിലെ ഒരു ക്യാരക്ടർ വേഷം ഞാൻ ചെയ്തത്. അങ്ങനെയായിരുന്നു കടന്നു പോകുന്നത്. അപ്പൊ അതവിടെ തളർന്നില്ല, തളർന്നെങ്കിൽ നമ്മൾ പോകും അല്ലേ? അല്ല, തളരുന്ന സ്വഭാവം എനിക്ക് പണ്ട് മൂലം ഇല്ല. കാരണം എന്നെ ഒരാൾ തളർത്തി കഴിഞ്ഞാൽ എനിക്ക് വാശി കൂടുകയുള്ളൂ. അതെനിക്ക് എല്ലാവരോടും പറയാനുള്ളതാണ്. ഇപ്പോഴും എന്നെ തളർത്തിക്കൊണ്ടിരുന്ന പലരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തളർന്നു പോകും, ഈ ഫീൽഡ് ഔട്ടായി പോകും എന്നുള്ളൊരു ധാരണ എല്ലാവരും മനസ്സിലുണ്ട്. ആ ധാരണ വെറും തെറ്റാണ്. എന്നെ തളർത്തും തോറും ഞാൻ എന്തായാലും വാശി കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അതെനിക്ക് പണ്ട് മൂലം ഒരു ക്യാരക്ടറാണ്.